ഹെലനോസ് പാട്ട ഹെലൻ ചേച്ചിയുടെ സഹോദരിയുടെ കുഞ്ഞിനെ സ്കൂളിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു കൊടും ക്രൂരതയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ആൻഡ് ക്രൂരത പോലുള്ള വലിയ വാക്കുകൾ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ചുമ്മാ തമാശയ്ക്ക് വലിയൊരാളുടെ മുഖത്ത് ഇങ്ങനെ ഒരു തേമ്പുന്നതും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖത്ത് ഇങ്ങനെ തേമ്പുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം വലിയൊരാൾക്ക് തോന്നുന്നതിനേക്കാൾ കൂടുതൽ വേദനയായിരിക്കും ഒരു കൊച്ചു കുഞ്ഞിന് ഫീൽ ചെയ്യുക. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ഒരു ആക്ട് കാണിക്കുന്നത് തന്നെ ആ കുഞ്ഞിനെ മാനസികമായിട്ട് തളർത്തി ലൈഫ് ലോങ് ഒരു ട്രോമയിലേക്ക് ഒരു പക്ഷേ കൊണ്ടെത്തിച്ചേക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ട് കാണിക്കുന്നതിനെ തന്നെ നമുക്കൊരു ക്രൂരത എന്ന് തന്നെ നമുക്കതിനെ വിളിക്കാം. ഓക്കെ, ആൻഡ് ഹെലൻ ചേച്ചിയുടെ സഹോദരിയുടെ കുഞ്ഞിനെ ഹെലൻ ചേച്ചി സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് കാണുന്നത്. ആൻഡ് ആ കുഞ്ഞിനെ വീഡിയോ വിളിക്കുന്നത് അമ്പുടുവിനാണ്. എനിക്കും അമ്പുടുവിനെ അത്രത്തോളം കാര്യമാണ്, എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് അമ്പുടുവിനെ. ആൻഡ് അമ്പുടു ഐ മിസ് യുടെ കാര്യം ഒരുപാട് നാളായി ഞാൻ അമ്പുടുവിനെ കണ്ടിട്ട് സംസാരിച്ചിട്ടും. അപ്പം കാസർഗോഡ് ഭാഗത്തുള്ള ആളുകൾ ദാണ്ട് മിസ്റ്റിക്കൽ റോസ് പ്രീ സ്കൂൾ എന്ന് പറയുന്നത് ഞാൻ സൈഡിൽ ഫോട്ടോ എടുക്കാം, ഗൂഗിൾ മാപ്പിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. അപ്പം ഈ സ്കൂളിൽ നിന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവിടോട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ വിടുന്ന ആൾക്കാർ വൈകുന്നേരം കുഞ്ഞ് ജീവനോടെ തന്നെ തിരിച്ച് വീട്ടിലെത്തുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ആ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിടാനൊക്കെ ഉണ്ട്. ഞാൻ ഈ സ്കൂളിൻ്റെ ഇതൊക്കെ വെച്ചതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഹെലൻ ചേച്ചി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് കൊണ്ട് പ്ലേ ചെയ്യാം. 1000 പ്രാവശ്യം എന്റെ മോനെ പെണ്ണുങ്ങൾ മന്ദബുദ്ധിയാക്കിയിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇതിന് മുന്നത്തെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഒരു ടിഫിൻ ബോക്സിന്റെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ പിന്നെ അതിൽ ചോക്ലേറ്റിന്റെ സ്റ്റെയിൻ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഉണ്ടായതാണ്. ഇവർ കുട്ടിയുടെ മുന്നിൽ തുറന്നിട്ട് ഇവർ പറയുന്ന റീസൺ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതാണ് പറഞ്ഞത്. ചർച്ച ചെയ്തിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവൻ കുഞ്ഞാണ്. ഇപ്പൊ ഞാനാണ് അവന്റെ സ്ഥാനത്ത് എന്റെ ടിഫിൻ ബോക്സ് ടീച്ചർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മളെ കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കും. കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അപ്പൊ ടീച്ചർ സംസാരിക്കുന്നുണ്ട്, ടിഫിൻ ബോക്സ് പരസ്പരം കാണിക്കുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ് ആയിട്ട് മാച്ചക്ക എന്താ വിചാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിഫിൻ ബോക്സിന് ക്ലീൻ ഇല്ലാത്തത് കൊണ്ടാണോ പറഞ്ഞത്. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ടിഫിൻ ബോക്സ് കൊണ്ടുപോകില്ല, നിങ്ങൾ നീറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി സ്കൂളിലേക്ക് പോകില്ല എന്നൊക്കെ വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നിമേഷ് വിളിച്ച് ചോദിച്ചു. അപ്പം മിസ് വിളിച്ചിട്ട് നിമേഷ് പിന്നെ ഞാൻ കരഞ്ഞപ്പോൾ അവർക്ക് ഞാൻ അവരെ ഷൗട്ട് ചെയ്യുന്ന പോലെ തോന്നി. ഓക്കെ, സമ്മതിച്ചു. ഇതിൽ ആ കുഞ്ഞിനെ നേരിടേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥ ഞാൻ ഒരു മാനസിക ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് മാത്രമല്ല, അന്ന് ഞാൻ പഠിക്കുന്ന ടൈം മാത്രമേ ഇപ്പോഴും പല കുട്ടികൾക്കും ഉള്ള കാര്യം പല പേരൻസിനും ഒരുപക്ഷെ അറിയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് നമ്മൾ സ്കൂളിൽ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ആ ഒരു ടൈമിൽ ബാക്കി ഫ്രണ്ട്സിൻ്റെ ഒപ്പം വരുന്ന ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിന് നമ്മൾ എത്രയും പെട്ടെന്ന് കഴിച്ച് തീർക്കാനായിരിക്കും ശ്രമിക്കുക. അല്ലെങ്കിൽ ചില സമയത്ത് പറയും എനിക്ക് ഇത്രയും ഫുഡ് എനിക്ക് ടിഫിൻ ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് കൊണ്ട് വെക്കണ്ട, കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കഴിച്ച് തീർക്കാൻ പറ്റില്ല, കാര്യം ബാക്കി ഫ്രണ്ട്സ് എല്ലാം പെട്ടെന്ന് കഴിച്ച് തീർന്ന് എണീക്കും. അതായത് ഒറ്റയ്ക്ക് അവിടെ നിന്ന് എല്ലാവരും പോയിട്ട് പെയ്യെ കഴിച്ച് തീർക്കുക എന്ന് പറയുന്ന കാര്യം പോലും ബാക്കിയുള്ളവരുടെ മുന്നിൽ വലിയൊരു നാണക്കേടായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് കഴിയുന്ന ആളുകളാണ് നമ്മൾ പല കുട്ടികളായിട്ടുന്ന ടൈമിൽ. ഞാൻ അങ്ങനെ കരുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും സ്കൂളുകളിൽ പല കുട്ടികളും അങ്ങനെ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുന്നിൽ ഒരു ടീച്ചർ ഇത്തരം ഒരു കാര്യം കാണിക്കുമ്പോഴത്തേക്കിന് ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ. ശതമാനം എന്റെ വീഡിയോ കാണുന്ന എനിക്ക് അറിയുന്നത് പറയാം. നിങ്ങൾ ഇവിടെ കുറെ നിങ്ങൾ ടീച്ചറുടെ ധർമ്മം, ടീച്ചർ അങ്ങനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്താ പറഞ്ഞത്? മോനെ ഇവിടെ നിന്നാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മോനെ ഞാൻ ഇവിടുന്ന് മാറ്റാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ്. അതെ, ഇഫ് യു ടേക്ക് നിയാൻ ഫ്രം മൈ സ്കൂൾ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ്. നിങ്ങളൊരു ടീച്ചറാണോ? ഒരു അധ്യാപികയാണല്ലേ നിങ്ങൾ? അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങളൊരു ടീച്ചറാണോ? ഒരു ടീച്ചർ പറയേണ്ട വാക്കുകളാണോ? കാര്യം ഈ കുഞ്ഞിനെ നിങ്ങൾ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് ചെബുക്കൽ വളക്ക് ഒരു പൊട്ടിരി കൊടുക്കുക ചെയ്യേണ്ടത്. ഓക്കെ, ഐ വിൽ ബി ദ ഹാപ്പി ഒരു ടീച്ചർ പറയേണ്ട വാക്കുകളാണിത്. ഒരു കുഞ്ഞ് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത്രയും സമാധാനമുണ്ട്, ഞാൻ ഹാപ്പി ആവുമെന്ന്. ഒരു പിഞ്ച് കുഞ്ഞ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ്സിന് മേലോട്ടുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലും അത്രയും വികൃതി കാര്യങ്ങളൊക്കെ കാണിക്കുന്ന പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ ടീച്ചർമാർ അങ്ങനെ പറഞ്ഞിരിക്കും. ചിലപ്പോൾ അവർ കാണിക്കുന്ന കുസൃതി എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പം വലിയ പോക്കൃതങ്ങൾ കാണിച്ചിരിക്കും. ലാസ്റ്റ് മറ്റേ ഒരു സ്കൂളിലെ ടീച്ചറിൻ്റെ ഒരു പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു പയ്യൻ ഫോൺ വാങ്ങിച്ചിട്ട് ഫോൺ തിരിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്തില്ലേ. അങ്ങനെയുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ ടി സി വാങ്ങി പോകണം എന്നുള്ള രീതിയിൽ ടീച്ചർമാർക്ക് തോന്നുന്നില്ല, ഞാൻ തെറ്റി പറയുന്നില്ല. ഓക്കെ, പക്ഷെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ അടുത്ത് ഇങ്ങനൊരു ടീച്ചറിന് പറയാൻ അല്ലെങ്കിൽ ആ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുവാണ് ഇതിനൊക്കെ പറയേണ്ടത്? പരമാവധിന്റെ അങ്ങേയറ്റം ഞാൻ വളരെ കാമായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലെവൽ കഴിഞ്ഞ സമയത്താണ് എനിക്ക് ദേഷ്യം വന്നതും. ഞാൻ തിരിച്ചിട്ട് ഇവർ ഒരു ഘട്ടം പിടിച്ചപ്പോൾ ഞാൻ 2 ഘട്ടം പിടിച്ചു, 4 ഘട്ടയായി, 8 ഘട്ടയായി, 10 ഘട്ടയായി, 12 ആയപ്പോൾ പെണ്ണുങ്ങൾ നിന്ന് എനിക്ക് 14 വരെ പോകാനുള്ള ഹൈപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ 14 വരെ പോയിട്ടുണ്ട്. എനിക്ക് എഗെയിൻ ഞാൻ പറയുന്നു, ചെക്ക് ചെയ്യാം. എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ മാപ്പ് പറയാൻ റെഡിയാണ്. പബ്ലിക് ആയിട്ട് മാപ്പ് പറയാൻ റെഡിയാണ്. വിത്ത് പ്രൂഫ്. ഞാൻ മോശം പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ വിത്ത് പ്രൂഫ് പിന്നെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. പിന്നെ ഈ കാര്യത്തിൽ പ്രൂഫിൻ്റെ ആവശ്യം എനിക്ക് പേഴ്സണലി ഇല്ല. കാര്യം ബാക്കി വ്യൂവേഴ്സിന് തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രൂഫിൻ്റെ ഒക്കെ ഒരു കാര്യം ഒക്കെ ആവശ്യമുണ്ടായിരിക്കും. കാര്യം പല ആളുകളും ചേച്ചിയുടെ തന്നെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് കണ്ടു. അതായത് അവരുടെ സൈഡ് ടീച്ചേഴ്സിൻ്റെ ഒരു സൈഡ് കൂടി ഉണ്ട് അല്ലെ, അതുകൂടെ നമ്മൾ കേൾക്കേണ്ടതാണ്. അതാ മാങ്ങ തേങ്ങ ചക്ക എന്നൊക്കെ പല ആൾക്കാരുണ്ട്. പക്ഷേ ഹെലൻ ചേച്ചി എന്തായാലും ഒരു കാര്യമില്ലാതെ ഇത്ര ധൈര്യത്തോടെ ഒരു കാര്യം എന്ന് പറയില്ല. കാര്യം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ കാസർഗോഡ് അന്നത്തെ ആ ഒരു പണ്ടത്തെ ഇഷ്യൂവിൻ്റെ ഇതിൽ അന്ന് ചേച്ചിയുടെ കൂടെ പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. ഒരിക്കലും ഒരു കാരണവശാലും ഒരു എന്താ പറയുക ഒരു ബലമില്ലാത്ത അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യത്തിൽ ചേച്ചി ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും കണിശമായിട്ട് തന്നെ വീഡിയോക്കത്ര വന്ന് പുള്ളിക്കാരി വന്ന് സംസാരിക്കുന്നത്. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പിന്നത്തേക്ക് ടി സി വെക്കാൻ നിൽക്കണ്ട, ഇപ്പൊ തന്നെ ടി സി എടുത്തിട്ട് ഈ മന്ദബുദ്ധിയായ കുട്ടീനെ കൊണ്ട് ഇവിടുന്ന് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അവർ പറയും ആ മന്ദബുദ്ധി എന്ന് വിളിച്ച അവരെ ടീച്ചർ എന്ന് എങ്ങനെയാണ് വിളിക്കുന്നത്? ഒരു കുഞ്ഞിനെ മന്ദബുദ്ധി എന്ന് വിളിക്കാനും മാത്രം അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു ടീച്ചറായിട്ട് തുടരാൻ അവർക്ക് ഒരു യോഗ്യതയില്ല.
ഓക്കെ, ഒരു യോഗ്യതയില്ലാത്ത ഒരു പക്ഷേ മറ്റേ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊണ്ടിട്ട് നിങ്ങൾക്കൊരു യോഗ്യത ഉണ്ടായിരിക്കാം, പക്ഷേ അല്ലാതെ ഒരു ടീച്ചർ എന്ന് ബഹുമാനത്തോടു കൂടി നമുക്ക് വിളിക്കാൻ തോന്നുന്നൊരു കാര്യമല്ലത്. ഓക്കെ, ഒരു പിഞ്ചു കുഞ്ഞിനെ മന്ദബുദ്ധി എന്ന് മാത്രം വിളിക്കാൻ നിങ്ങൾക്ക് തോന്നില്ല. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മാർത്ഥമായിട്ട് ബഹുമാനം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും ടീച്ചറാന്ന് പറഞ്ഞാൽ ടീച്ചറാണല്ലേ എന്നുള്ളൊരു സ്ഥാനത്തിൽ ആത്മാർത്ഥമായിട്ട് ആർക്കെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആളുകൾക്ക് ബഹുമാനം തോന്നുന്ന ഒരു വിഭാഗമാണ് ടീച്ചർ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അധ്യാപിക വന്നിട്ട് പറയുകയാണ് ഒരു കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞൊരു മന്ദബുദ്ധിയാണെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെവുക്കല്ല് കുറക്കെ പൊട്ടിയിൽ കൊടുക്കുക ചെയ്യേണ്ടത്. പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചിട്ട് ഹെലൻ ഓഫ് സ്പാർട്ടന്റെ വീഡിയോയുടെ താഴത്ത് പോയിട്ട് മിസ്റ്റിക്കൽ റോസിനെ കുറിച്ച് പോസിറ്റീവ് കമന്റ് ഇടണം എന്ന് പറഞ്ഞാൽ കമന്റ് ബോക്സിൽ കാണും. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവൂട്ടാ നിങ്ങൾ പറഞ്ഞിടിക്കുന്ന കമന്റുകൾ. തീർച്ചയായിട്ടും അത് എന്തായാലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള രീതികളിലൊക്കെ ഉണ്ടായിരിക്കും. കാര്യം ഇനി അവരെ ബൂസ്റ്റ് ചെയ്യും. കാര്യം അവർക്കൊരു നെഗറ്റീവ് വരുന്ന ഒരു സാധനമാണല്ലോ. കാര്യം അവർ മാത്രം അറിഞ്ഞിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ നെഗറ്റീവ്സ് മാത്രം അവർ മാത്രം അറിഞ്ഞിരുന്നു എന്ന് വിചാരിച്ചിരുന്ന സാധനം ഇന്നിപ്പോൾ പബ്ലിക്കിലോട്ട് എത്തുമ്പോഴത്തേക്കിന് അവരുടെ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും PTA മീറ്റിംഗ് വിളിച്ചിട്ട് ബാക്കി അവിടെ പെട്ട് കിടക്കുന്ന കുറേ കുട്ടികളുടെ പേരൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പേരൻസ് ഉണ്ടായിരിക്കും. അവരെ എല്ലാം വിളിച്ചിട്ട് അല്ലെങ്കിൽ ഈ സാധനം ബൂസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവർ ചിലപ്പോൾ പൈസ കൊടുത്ത് തന്നെ ഈ പരിപാടിയൊക്കെ ചിലപ്പോൾ അവർ കാണിച്ചു തന്നിരിക്കും. ഒരു കുട്ടിക്ക് ഒരു കുട്ടീന്റെ കയ്യിൽ നിന്ന് ചെകിട്ടത്തൊരു അടി കിട്ടുകയാണ്. ഓക്കെ, ചെകിട്ടത്തൊരു അടി കിട്ടുമ്പോൾ അധ്യാപനത്തിനെ കുറിച്ച് വാനോളം പുകഴ്ത്തിയ ഫനീറ്റ മാമിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അടി കിട്ടിയപ്പോൾ ഈ കുട്ടി മാമിനോട് പോയി പറയുന്നു എന്നെ ഇവൻ ഇങ്ങനെ ചെകിട്ടത്ത് അടിച്ചു. ക്ലാസ് ടീച്ചർ കണ്ടു. അങ്ങനെ ക്ലാസ് ടീച്ചർ എന്താ ചെയ്യുന്നത്, നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ നമ്മളും പിന്നെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്, നമുക്ക് ഒരുപാട് അധ്യാപകന്മാർ പഠിപ്പിച്ച ആൾക്കാരാണ്. അവരെന്താ ചോദിച്ചാൽ ചെയ്ത് തെറ്റാണ്, ഇന്നത് ആവർത്തിക്കരുത്, അങ്ങനെ മാപ്പ് പറയിപ്പിച്ച് ആവർത്തിക്കരുത്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാവും. പക്ഷേ മിസ്റ്റിക്കൽ റോസ് അങ്ങനെയല്ല. 20 വർഷത്തെ പിന്നെ പഠന പാരമ്പര്യമുള്ള മിസ്റ്റിക്കൽ റോസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ അടിച്ച ആ കുട്ടീനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ തിരിച്ചടിപ്പിച്ചു. അപ്പൊ ഞാൻ നിമേച്ചിനാണ് അടിച്ചതെന്നുണ്ടെങ്കിൽ നിമേച്ചിനെ കൊണ്ട് എന്നെ ഒരൊറ്റ അടി. അപ്പൊ എന്ത് പറഞ്ഞു, പൊട്ടനും കിട്ടി മെട്ടനും കിട്ടി, അതിനാൾ ഹാപ്പി. ഓക്കെ, ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല ആ ഒരു അധ്യാപികയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അതായത് രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായപ്പോഴത്തേക്കിന്, അതായത് ഒരു കുഞ്ഞിനെ ഇതുപോലെ തല്ലിയപ്പോഴത്തേക്കിന് അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് തിരിച്ചു തല്ലണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു അധ്യാപിക. അല്ലേ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലോട്ടുള്ളൊരു വഴി കാണിക്കേണ്ട ആൾക്കാരാണ് ഈ അധ്യാപകർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വീണ്ടും ഇരുട്ടിൽ നിൽക്കുന്ന കുട്ടികളെ വീണ്ടും ഇരുട്ടിലേക്ക് തന്നെ തള്ളിവിടുന്നവരെ അധ്യാപിക എന്നല്ല പറയേണ്ടത്, വേറെ വല്ല വാക്ക് പിടിച്ചാണ് അവരുടെ പേര് പറയേണ്ടത്. എണീറ്റ് നിർത്തി കൈ പൊക്കിയിട്ട് എണീറ്റ് നിർത്തിക്കുന്ന രീതിയിലുള്ള പണിഷ്മെന്റുകളും കാര്യങ്ങളും അവരവിടെ കൊടുക്കുന്നുണ്ട് എന്നൊരു പാരന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പുടു ഇടയ്ക്ക് വന്നിട്ട് കാല് ഭയങ്കര വേദന എടുക്കുന്നത് എന്താന്ന് വെച്ചപ്പോൾ നിർത്തിയിട്ടാണ് എഴുതുന്നത്. ഞാനതും വലിയ കാര്യമായിട്ടാണ് ഭയങ്കര സ്ലോ ആണ് എഴുതാൻ. പക്ഷെ അത് കാരണം ഒരു 2 or 3 ക്ലാസ്സിലെത്തിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണിഷ്മെന്റുകളും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് നമുക്ക് വിചാരിക്കാം. ഇത് ഈ LKG എന്ന് പറയുമ്പോൾ ഈ 4 വയസ്സുള്ള പിള്ളേരെല്ലാം പറയുമ്പോൾ അവർ പണിഷ്മെന്റ് ആയിട്ടല്ല പറയുന്നത്. അപ്പൊ ഞാനായാലും അത് പറയുമ്പോൾ ഞാൻ വലിയ കാര്യമാക്കും. കാരണം എനിക്ക് ഞാൻ പറയാലോ ഈ 4 വയസ്സായ കുട്ടികളെ പിന്നെ IAS-നോ പാലയിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനോ അല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ കുട്ടിക്ക് ഒരു ബേസ് സെറ്റാണ്, ABCD 1 2 3 4 എല്ലാം പറയാൻ പറ്റും. ആ 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒന്ന് സെറ്റപ്പായി പോകാം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ കൊണ്ടാണ് അവിടെ ചേർത്തിട്ടുള്ളത്. അല്ലാണ്ട് വേറൊന്നുമല്ല. നിങ്ങളവിടെ ഈ നിർത്തിക്കലും കൈവന്തി നിർത്തിക്കലും പണിഷ്മെന്റും ഈ പിഞ്ചു മക്കളാ ഇതൊക്കെ അന്വേഷണം വരണം. ഈ സ്ലോയിൽ എഴുതിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പണിഷ്മെന്റ് കൊടുക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അവർക്ക് എന്തൊരു ബോധം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ നിങ്ങളൊന്ന് ആലോചിക്കുക, അതിന്റെ എന്താ പറയുക, നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ ഈ ടീച്ചറുടെ അടുത്ത് നമ്മളിപ്പോൾ പോയിട്ട് പറയാണ് PT ഉഷ ഓടുന്ന പോലെ നിങ്ങളൊന്ന് ഓടി കാണിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റുമോ? ഇല്ലല്ലോ. കാര്യം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടെ ടാലന്റ് കാര്യങ്ങളൊക്കെ ഇരുന്നത്. ഒരു പക്ഷേ അവർക്ക് ഓടാൻ പറ്റും, പക്ഷേ PT ഉഷയെ പോലെ ഓടാൻ പറ്റിയെന്ന് വരത്തില്ല. അല്ലേ, ആ ഒരു കുട്ടിക്ക് എഴുതാൻ അറിയാം, പക്ഷേ ബാക്കിയുള്ളവരുടെ കൂട്ട് സ്പീഡിൽ എഴുതാൻ അറിയണമെന്ന് നിർബന്ധമില്ല. അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആ കുഞ്ഞ് എന്തായിരിക്കും ഇവിടെ ചിന്തിക്കുക. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളുകളിൽ പഠിക്കുമ്പോഴത്തേക്കും ടീച്ചർമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ഹേർട്ട് ആവാറുണ്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. ഓക്കെ, ഇപ്പം ഞാനൊരു ആംബിവേർട്ടാണ്, പല സമയങ്ങളിൽ ഇൻട്രോവേർട്ടാണ്, ചില സമയത്ത് എക്സ്ട്രോവേർട്ടാണ്. അങ്ങനെയുള്ള ഒരു ആംബിവേർട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു കറണ്ട്ലി എൻ്റെ ഇത്. എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ സ്കൂളുകളിൽ നിന്നാണ്. ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ എല്ലാം അടിപൊളിയായിരുന്നു, പക്ഷേ അവർ ആ ഒരു ടൈമിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ അവർക്ക് അത്രത്തോളം ഒരുപക്ഷെ അവർ പോലും ഇതിന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാവിയിൽ ഇവർക്ക് ഈ രീതിയിൽ ബാധിക്കുന്നുള്ള ഒരു പക്ഷേ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളുകളൊക്കെ പഠിക്കുമ്പോഴത്തേക്കിന് ഞാൻ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഭയങ്കര ടോക്കേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഞാനപ്പോൾ ക്ലാസ്സിൽ സംസാരിക്കുന്നതിൻ്റെ പേരിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണെങ്കിൽ എൻ്റെ പേര് ലീഡർ അവിടെ എഴുതിയിടുമായിരുന്നു. ടീച്ചർ വരും, ക്ലാസ്സിൽ സംസാരിച്ചവരുടെ പേര് ചോദിക്കും, എനിക്ക് എല്ലാ ദിവസവും പോയിട്ട് ഇട്ടുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ക്ലാസ്സിൽ സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പേരൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്നല്ല പറയുന്നത്, അവൻ ഭയങ്കര വികൃതിയാണ്, കുസൃതിയാണ് എന്നുള്ള ഇതിൽ അങ്ങനത്തെ വാക്കുകൾ മാത്രമേ ടീച്ചർമാർ ഉപയോഗിച്ച് എൻ്റെ മുന്നിൽ വെച്ചാണെങ്കിലും എൻ്റെ പേരൻസിൻ്റെ അടുത്താലും സംസാരിച്ചുള്ളൂ. കാര്യം അതവരുടെ ക്വാളിറ്റിയാണ്. വികൃതിയെന്നും കുസൃതിയെന്നും അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് അതവരുടെ ക്വാളിറ്റി കാണിക്കുന്നതാണ്. അപ്പം എനിക്ക് അവരുടെ അടുത്ത് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് അവർ ചെയ്തപ്പോൾ എനിക്ക് ബാധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ നല്ല കുട്ടി എന്ന പേര് കേൾക്കുന്നത് ക്ലാസ് ഇതുപോലെ ലീഡർ പേര് എഴുതുമ്പോൾ ബോർഡിൽ നമ്മുടെ പേര് വരാത്തതൊക്കെയാണെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര ടോക്കേറ്റീവ് ആയിട്ടുള്ള ഞാൻ ഭയങ്കര സൈലൻ്റ് ആയി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു 2-3 വർഷം ഞാൻ മറ്റേ സ്കൂളിൽ അങ്ങനെ ആയി. പിന്നീട് എനിക്ക് അങ്ങനെ ഒരാളുടെ അടുത്ത് ഇപ്പം വന്നു കഴിഞ്ഞാൽ
ഓപ്പൺലി നമ്മളിപ്പോൾ ഫ്രണ്ടിൽ ഒരാൾ വരുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിട്ട് ചിലപ്പോൾ സംസാരിച്ചിരിക്കും. പക്ഷേ ആ ഒരു ടോക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നോ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇന്ന് എൻ്റെ സംസാരം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഞാനൊരു ആങ്കറാണ്. അപ്പം എൻ്റെ ഒരു ആങ്കറിങ്ങിൽ നമ്മൾ സ്കില്ലെന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള സാധനമാണ്, സംസാരിക്കാനുള്ള സാധനം എന്ന് വെച്ചാൽ നമുക്ക് വളവളാന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ സാധനം വായിൽ വരണം. എനിക്ക് ആ സാധനം പലപ്പോഴും കിട്ടാറില്ല. കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണ്? അതാണ്. എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ ഈ ആഗ്രഹങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ സംസാരിക്കാനുള്ള കഴിവ് എവിടേക്കോ ഇങ്ങനെ ഒളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നു എന്നുള്ളത് മാത്രമാണ്. അത്രയും എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഞാൻ പല ടൈമിലും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർമാരുടെ മുന്നിൽ നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് പല സമയങ്ങളിൽ ഞാൻ ഇൻട്രോവേർട്ട് ആയി പോയി, അങ്ങനെ ആക്കി കളഞ്ഞു. ഓക്കെ, ടീച്ചർമാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെല്ലാം അടിപൊളിയായിരുന്നു, എനിക്ക് അതേ റെസ്പെക്ട് ഉണ്ട്. പക്ഷേ അവർ നമ്മുടെ നല്ലത് എന്നുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അവർ ഒരു പക്ഷേ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കാം. അന്ന് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ നല്ല രീതിയിൽ എനിക്കതിനെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ ആ ഒരു സാധനം എൻ്റെ ലൈഫിനെ ആ ഒരു സാധനം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് സ്പീഡിൽ എഴുതാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സാധനം പറയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഇപ്പോൾ ഓക്കെ സ്പീഡിൽ എഴുതാത്തതിൻ്റെ സാധനം മാത്രമാണ് ആ കുഞ്ഞ് വന്നിട്ട് അമ്പൂട് വന്ന് വീട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര കുട്ടികൾക്ക് ഏതെല്ലാം ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ആ സ്കൂളിൽ നിന്ന്, ആ ഒരു ടീച്ചർമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവരെ ഏതൊക്കെ രീതിയിൽ അവരെ ബാധിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. രണ്ടാമത് പോലീസുകാരെ അവിടെ വിളിച്ചു വരുത്തിയത്, നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല, ഞങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ആണല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ എത്ര വലുതാണോ അത്ര വലുതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഞങ്ങൾക്ക് അത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ ലോകത്തുള്ള, അല്ലെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്ന ഓരോ ആളും ഇത് അറിയണം, ഇങ്ങനെയും അധ്യാപകരുണ്ട് എന്നുള്ളത്. എന്തിനാണ് അങ്ങനെ ഒരു സ്കൂളിന് റെപ്യൂട്ടേഷൻ എന്തിനാണ്? അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ആ ഒരു വീഡിയോയുടെ മറ്റേ ആ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചത്. അങ്ങനെ ഒരു സ്കൂളിൽ ഒരാളും പോകേണ്ട ആവശ്യമില്ലേ? ഇങ്ങനെ ഒരു സ്കൂൾ ഇവരെ എങ്ങനെയാണ് അധ്യാപിക എന്ന് വിളിക്കുന്നത്? ഇവരൊരു അധ്യാപികയാണോ? എങ്ങനെയാണ് ഇവർക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടാൻ? എനിക്കല്ല, എഡ്യൂക്കേഷണൽ ബേസിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ബേസിൽ അവരൊരു ടീച്ചറോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ എന്ത് യോഗ്യതയാണ് അവരെ ടീച്ചർ എന്ന് വിളിക്കാനും മാത്രം എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത്? ഒരു പിഞ്ചു കുഞ്ഞിനെ ഇതുപോലെ മന്ദബുദ്ധി എന്നൊക്കെ വിശേഷിപ്പിക്കാനും മാത്രം അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തൊരു പിശാചാണ് ആ ഒരു സ്ത്രീ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇപ്പോൾ പലരും പറയും നിങ്ങൾ അവരുടെ ടീച്ചറിൻ്റെ സൈഡോടെ കേട്ടിട്ട് വേണം പറയാനെ കൊണ്ട്. ഇവിടെ ഒരു പിഞ്ചു കുഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ കള്ളം പറയും, ടീച്ചർ തന്നെ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇവർ ഇപ്പം ഹെലൻ ചേച്ചി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് CCTV ഇത് കാര്യങ്ങൾ അവിടെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തെളിവ് സഹിതം നിങ്ങളിങ്ങനെ കാണിച്ചു, ഞാൻ പബ്ലിക്കായിട്ട് നിങ്ങളുടെ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ സൈഡ് വരട്ടെ. അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, ഇങ്ങനൊന്നും അവർ മന്ദബുദ്ധി എന്ന് വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് ഇങ്ങനത്തെ പണിഷ്മെൻറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ മറുപടിയായിട്ട് വരട്ടെ, അവർ പബ്ലിക്കിൽ വന്ന് സംസാരിക്കട്ടെ. ഓക്കെ, അവർക്ക് അങ്ങനെ ഇപ്പോൾ റെപ്യൂട്ടേഷൻ ഇങ്ങനത്തെ തോന്നിയ ദിവസം കാണിച്ച് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പം ഇത്രയും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ബന്ധത്തിലുള്ള എൻ്റെ കസിൻസ് ആയിട്ടുള്ള എൻ്റെ ഇതുപോലത്തെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ സ്കൂളിലും ഇതേപോലുള്ള സെയിം ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട്, എനിക്ക് ആ സ്കൂളിൻ്റെ കറക്റ്റ് പേര് അറിയത്തില്ല. നമ്മുടെ പത്തനംതിട്ടയിൽ ഏഴംകുളം പല ആളുകൾക്കും അറിയായിരിക്കും, പത്തനംതിട്ട അറിയുന്നവർക്ക് പലർക്കും അറിയായിരിക്കും ഏഴംകുളം. അതിന് അടുത്തുള്ള ഒരു സ്കൂളാണ്, ഞാൻ പേര് ഞാൻ മറന്നുപോയി, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സ്കൂളിൽ ഈ സെയിം സിറ്റുവേഷൻ അന്നൊരിക്കൽ ഞങ്ങളുടെ മാമി പറഞ്ഞു, ഇതുപോലെ കുഞ്ഞുങ്ങളുടെ ഇത് കാര്യത്തിൽ വന്നിട്ട് ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് ഫുള്ള് ഫീസ് എന്തോ അടച്ചേക്കാണ്. അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ലാസ്റ്റ് ടീച്ചർമാരുടെയൊക്കെ ബിഹേവ് ഒക്കെ ഭയങ്കര മോശമായിട്ട്, ഈവൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് മാത്രമല്ല ഈ പേരൻസിൻ്റെ അടുത്തും വന്നിട്ട് എന്തോ വലിയ, നമ്മൾ ഈ ബിസിനസ്സൊക്കെ നടത്താൻ പോകുമ്പോഴത്തേക്കും ഒരു കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമറുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന സാധനങ്ങളില്ലേ, ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെയാണ് ഒരു സ്കൂളിൽ നിന്നും ഒരു ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പേരൻസിന് കേൾക്കേണ്ടി വരുന്നത്. ഓക്കെ, അത്രയും മോശമായിട്ടുള്ള രീതിയിലേക്ക് അന്ന് ഞാനിത് കേട്ടപ്പോൾ എനിക്ക് പൊളിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ആ സ്കൂളിലോട്ട് നമുക്ക് പോകാം, ഞാൻ എന്തായാലും സംസാരിക്കാം. 2-3 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. അന്ന് എനിക്ക് ശരിക്കും പൊളിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു ഇല്ലടാ വേണ്ട, നമ്മൾ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാണ്, ലാസ്റ്റ് ഇനി അതുപോലും തിരിച്ച് എന്തായാലും കിടത്തില്ല, എന്തായാലും ഈ വർഷം ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തള്ളി നീക്കായിരുന്നു. അങ്ങനെ എത്ര കുട്ടികളെ ഇപ്പോൾ ഈ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു സ്കൂളിൽ പെട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഇനി എത്രയോ ആൾക്കാർ അവരോട്ട് വിടാനെ കൊണ്ടിരിക്കുന്നുണ്ട്, ഇവർ അടിപൊളിയാണ്, മാങ്ങയാണ്, തേങ്ങ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ്റെ ആവശ്യമില്ലേ? ഓക്കെ, ആദ്യം മര്യാദയ്ക്ക് കുട്ടികളെ ഒരു മാനസിക പരിഗണന കൊടുത്തിട്ട് ഒരു കുഞ്ഞുങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ബോധ്യം വേണം, അല്ലെങ്കിൽ മനുഷ്യനാണെന്ന് ചിന്തിക്കാനുള്ള ബോധം വേണം. അങ്ങനെ ആയിട്ട് അവരെ നമുക്ക് അധ്യാപകനെന്ന് വിളിക്കാം, ആ സ്കൂളിന് റെപ്യൂട്ടേഷൻ കൊടുത്താൽ മതി. ഇനി 2 കമൻറ്റ്സ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. വേറൊരാൾക്ക് വന്നേക്കുന്ന ഇത് സെയിം സിറ്റുവേഷനാണ്. ഹെലൻ, ഈ സെയിം സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ അവനെ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു. നല്ല ചേഞ്ച് ഉണ്ടായി അവന്. നൗ ഹീ ഈസ് ഇൻ ന്യൂസിലൻഡ് സ്റ്റഡിങ് 3rd സ്റ്റാൻഡേർഡ്. ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ഹിസ് ക്ലാസ് അറ്റ് ദ മൊമെൻറ്റ്. ഡോണ്ട് ബി ഗെറ്റ് വറീഡ്. ഓക്കെ, കുഞ്ഞിന് സൈക്കോളജിക്കലി ഇഷ്യൂസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാക്കിയതാണ്. ഇപ്പോൾ ആ ഒരു ക്ലാസ്സിൽ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണ് ആ കുഞ്ഞ്. ഓക്കെ, ഇതുപോലെ നമ്മൾ പ്രൈവറ്റ് സ്കൂളുകളിൽ ചേർക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. ഇനി ഒരു ടീച്ചർ പറഞ്ഞേക്കുന്ന ഒരു കമൻറ്റ് ഇങ്ങോട്ട് വെക്കാം. ഞാനൊരു ടീച്ചറാണ്, അതും KG സെക്ഷനാണ്. എൻ്റെ ക്ലാസ്സിൽ 38 കുട്ടികളുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഒരു ടീച്ചർ ചെയ്യേണ്ടത് എപ്പോഴും പുറകിലുള്ള കുട്ടിയെയാണ് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിനുവേണ്ടി ഒരു ടീച്ചർ എന്ന രീതിയിൽ ചെയ്യേണ്ടത് ഒരു കുഞ്ഞു മക്കളാണ്, ടീച്ചറായിട്ടല്ല സ്വന്തം മക്കളായി ആണ് അവരെ ഓരോ മക്കളെ പഠിപ്പിക്കാനും ക്ലാസ്സിലെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ടീച്ചർ പറഞ്ഞ കാര്യങ്ങളാണ്. ആ അവിടുത്തെ ടീച്ചർമാർക്ക് ഇത് മനസ്സിലാവുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ KG അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ ആണെങ്കിൽ ടീച്ചർമാർക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ടെൻഷനാണ്, പ്രാന്താവും. ഓക്കെ, ഈ പ്രാന്താവ് അതൊന്നും ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എത്ര പ്രാന്തായെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളാടെ
ആ കുഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയാനും മാത്രം, അല്ലെങ്കിൽ മന്ദബുദ്ധിയാണെന്ന് പറയാനും മാത്രം തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലുള്ള ഓൺലൈൻ ട്യൂഷൻ സെൻ്ററുകളുടെ വിജയം എന്ന് പറയുന്നത്. കാര്യം ഇത്തരം പ്രൈവറ്റ് സ്കൂളുകളും അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളാണെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് ഇവിടെയാണ് കൂടുതൽ ആളുകളും അല്ലെങ്കിൽ ഈ ഓൺലൈൻ ട്യൂഷൻ സെൻ്ററുകളെയൊക്കെ സമീപിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഓൺലൈൻ ട്യൂഷൻ സെൻ്ററുകളെ സമീപിക്കുമ്പോൾ ഒരു സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഓൺലൈൻ ട്യൂഷനോട് ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്, ക്ലിയർ ആണ്. കാര്യം അവർക്കൊരു റെപ്യൂട്ടേഷൻ സാധനം ഇതേ റെപ്യൂട്ടേഷനെ ബാധിച്ചിട്ട് അവർ ഓൺലൈൻ പബ്ലിക്കിലോട്ടാണ് വീഡിയോ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ കൂട്ട് മോശമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെത്തിക്കുന്നു, അവർ കച്ചവടം ചെയ്യുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബിസിനസ്സാണ്, വലിയൊരു ബിസിനസ്സാണ്. അതിനെ കച്ചവടം ചെയ്യുന്നതെന്ന് ഞാൻ കുറ്റം പറയുന്നില്ല, ഓരോരുത്തരുടെ വരുമാന മാർഗ്ഗമാണ്. പക്ഷേ നല്ല രീതിയിൽ ആൾക്കാരുടെ മുന്നിലോട്ട് ആ ഒരു കച്ചവടം ചെയ്യുക എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പം ഇത്തരം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ രീതിയിൽ നല്ല എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, ഫീസ് വാങ്ങുന്നതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ചിലരെ കുട്ടികളെ പ്രഷർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എന്നിരുന്നാലും സക്സസ് ആവുന്നവരെല്ലാം കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ടീംസ് തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സ്ഥാനത്ത് ഇത്തരം ഓരോ പ്രൈവറ്റ് സ്കൂളുകളുടെയും കാര്യങ്ങളുടെയൊക്കെ ഒരു ഫ്ലോപ്പ് അവിടെ സംഭവിക്കാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സ്കൂളിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇവരെ ഇത്രത്തോളം സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ കുട്ടികൾ അതിനേക്കാൾ കൂടുതൽ അവർക്ക് അപ്പുറത്തുനിന്ന് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈഗോ സാധനങ്ങളൊക്കെ അടിക്കും. കുറേ തന്നെ കൂടുതൽ കുട്ടികളും ഈ സർക്കാർ സ്കൂളിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഡബിളാണ് ബെനിഫിറ്റ്. സർക്കാർ സ്കൂളിൽ പഠിക്കാൻ ചെയ്യാൻ വലിയ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പുറത്തുനിന്ന് ഓൺലൈൻ ക്ലാസ്സിൽ നിന്നാണെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ പേരിലുണ്ടായിരിക്കുന്നതിൻ്റെ മറ്റൊരു പ്രശ്നമായിരുന്നു MS സൊല്യൂഷൻസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് അയക്കുന്ന സാധനം ഉണ്ടല്ലോ. ഈ സെയിം പോലെയുള്ള ബാക്കിയുള്ള സ്കൂളുകളിലെ പല ആൾക്കാരും കൊടുത്തൊരു പണിയായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളെ അതൊരു മനുഷ്യക്കുഞ്ഞാണെന്ന് മനസ്സിലാക്കുന്ന സാമാന്യ വിവരമോ ബോധമെങ്കിലും വേണം. ഓക്കെ, അതിന് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പക്ഷേ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്.